റമദാൻ ആയതുകൊണ്ട് തന്നെ 2-3 ദിവസമായിട്ട് നല്ല ജോലി തിരക്കായിരുന്നു. ആ തിരക്കെല്ലാം ലേശം ഒന്ന് അടങ്ങിയ സമയത്താണ് റൂം ക്ലീൻ ചെയ്യാൻ ഓർമ്മ വന്നത്. കാരണം റൂം അത്യാവശ്യം അങ്ങ് എത്തിയിരുന്നു. പിന്നെ എൻ്റെ വൈഫും മോളും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ജോലി വൈഫായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 6 മാസം ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഓര് ഇവിടുന്ന് പോയതിൻ്റെ ശേഷം ഞാൻ പിന്നെയും പഴയ പടിയായി. പിന്നെ എന്ത് ചെയ്യാനാ, നമ്മൾ ഇരിക്കുന്ന കിടക്കുന്ന സ്ഥലമല്ലേ, അത് ഞങ്ങൾ തന്നെ നന്നാക്കണ്ടേ, വേറെ ആരും വരൂലല്ലോ. ക്ലീൻ ആക്കുന്നതിൻ്റെ ഇടയിലാണ് എന്നും കാണുന്നതാണെങ്കിൽ പോലും മോളെ ഡ്രസ്സും ടോയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സ് വല്ലാണ്ട് അങ്ങോട്ട് ആയിപ്പോയി. സാരമില്ല, നമ്മളും ഇൻഷാ അല്ലാ നാട്ടിലേക്ക് പോവും. അങ്ങനെ ക്ലീനിങ് തകൃതേ നടന്നുകൊടുക്കുക. അതിൻ്റെ ഇടയിലാണ് വാഷിംഗ് മെഷീനിൽ അലക്കാൻ ഇട്ടിരുന്ന ഡ്രസ്സ് അതെല്ലാം അലക്കി ഉണക്കി കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് ചിക്കി. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കിച്ചണ്, സെപ്പറേറ്റ് ബാത്റൂം. അത്യാവശ്യം 1-2 ആളുകൾക്ക് നിൽക്കാനുള്ള എല്ലാ സൗകര്യവും റൂമിലുണ്ട്. വൈഫും മോളും വന്ന സമയത്ത് ഈ റൂമിലായിരുന്നു ഞങ്ങൾ നിന്നത്. പിന്നെ ഓർക്കും വേണ്ടിയിട്ട് വേറൊരു ഫ്ലാറ്റ് എടുത്ത് എക്സ്ട്രാ ഒരു ചിലവ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഈ റൂമിലായിരുന്നു ഞങ്ങൾ നിന്നത്. ഒരു ഹൗസ് ഡ്രൈവറായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ സൗകര്യമുള്ള ഒരു റൂം എന്ന് പറയുന്നത് അത് വലിയ ഭാഗ്യമാണ്. കാരണം ഒരുപാട് ഹൗസ് ഡ്രൈവർമാരുണ്ട് ചെറിയ കുടുസ് റൂമിൽ ഇവിടെ നിന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. ഈ കാണുന്നത് കിച്ചൻ്റെ ഉള്ളിലാണ് നമ്മളെ വാഷിംഗ് മെഷീനും വെള്ളത്തിൻ്റെ സുന എല്ലാ സംഭവവും കിച്ചൻ്റെ ഉള്ളിലാണ്. കിച്ചണ് വീതി നീളം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത മുതലില്ല. ഈ സിങ്കിൻ്റെ അടിയിൽ കാണുന്ന ആ വെള്ള സുനയാണ് നമ്മളെ ഫ്രിഡ്ജ്. ആൾ ചെറുതാണെന്നുണ്ടെങ്കിലും ഫ്രീസറും എല്ലാ മുതലും അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഞാനൊരാൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ക്ലീനിങ്ങിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കി. ക്ലീനിങ്ങും കഴിഞ്ഞ് മന്തിയും തിന്ന് ഒരൊറ്റ കിടത്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടണേ.